അവൾ എന്റെ കയ്യിലെ കടിച്ചിരുന്നെങ്കിൽ ഞാൻ തിരിച്ചു പിടിച്ച് കടിച്ചേനെ. ഒരു വിരലിന് പോലെ 5 വിരലും അവിടെ കളിച്ചിരുന്നോ? ആരായിട്ട് എന്തിനാ ജീവിച്ചിരിക്കുന്നത്? അവൾ വരുന്നുണ്ട് അവിടെ. അവളൊക്കെ അവസരം കേട്ടോ. രൂപ ഒരു പെണ്ണിന്റെ ആണെങ്കിലും ആണിന്റെ കരുത്താ. വെറുതെ അല്ല, മനുഷ്യരക്തമല്ലേ ഭക്ഷണം. നോക്കി പേടിപ്പിക്കല്ലേ, ഞാൻ ദഹിച്ചു പോകും. രക്ഷപ്പെട്ടെന്ന് കരുതണ്ട. ഓർത്തോ, നോവ് കൊണ്ട പാമ്പായി ബിനു. തന്നെ വീഴ്ത്തിയിട്ടേ ഞാൻ അടങ്ങും. എടി പെണ്ണെ, നീ അങ്ങ് കോട്ടാണെന്ന് ഇപ്പൊ നീയല്ല, നിന്റെ അമ്മൂമ്മ കുഞ്ഞിക്കാളും അമ്മ ചുടലേന്ന് എണീറ്റ് വന്നാലും ഈ ജിത്തുവിനെ ഒരു ചുക്കും ചെയ്യാൻ ഒക്കില്ല. ബൈ. നീ അതിനെ ഒരു വർഷം കടലാസിൽ കുറിച്ചിങ്ങിത്താ. നമുക്കത് ഈ മാസികയിലെ മനഃശാസ്ത്രജ്ഞനോട് ചോദിക്കാന്ന് പറഞ്ഞ പങ്ക്തിയിലേക്ക് അയച്ചു കൊടുക്കാം. മണ്ണാൻ കട്ട സീരിയസ് ആയിട്ടൊരു കാര്യം പറയുമ്പോഴാണ് അവന്റെ വളിച്ച തമാശ. സീരിയസ് ആണെന്ന് എനിക്കൂടി തോന്നണ്ടേ? നിന്റെ ഈ പരവേശവും പരിഭ്രമവും ഒക്കെ ഇതിനു മുമ്പ് ഞങ്ങൾ എത്ര കണ്ടതാ. നിനക്കൊന്നും എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. ഇത് അതുപോലെയല്ലടാ. എനിക്ക് അവളെ ഇഷ്ടമായി, ഒരുപാട് ഇഷ്ടമായി, നെഞ്ചു നിറച്ചു. അതൊന്നും അവളെ എങ്ങനെ അറിയിക്കുന്ന എനിക്ക് പിടികിട്ടാത്തത്. വാ വിളിച്ച് എന്തെങ്കിലും വഴി പറഞ്ഞു. അതിനാണോ ഇത്ര പ്രയാസം? നിന്റെ ഹൃദയസ്പന്ദനങ്ങൾ ഒരു താളിയോലയിൽ പകർത്തി അങ്ങ് കൂടെ, അത്ര തന്നെ. അതൊക്കെ പഴഞ്ഞ ഏർപ്പാടല്ലേ. പുതിയ നമ്പർ എന്തെങ്കിലും ഉണ്ടോ? അതിനവളുടെ വീട്ടിൽ ഫോണുണ്ടോ? നീ ഒന്ന് ഫോണുണ്ടോ? പുതിയ നമ്പർ എന്റെ കയ്യിലുണ്ട്. എന്താണ്? 2244. നിന്റെ അമ്മയുടെ തല. ഹലോ. ഒട്ടും പ്രതീക്ഷിച്ചില്ല അല്ലേ? തമ്മിൽ കാണുമ്പോഴൊക്കെ തുറന്നു പറയണമെന്നുണ്ടായിരുന്നു. ഇഷ്ടമാണ്, ഒരുപാട് ഇഷ്ടമാണ്. പക്ഷെ ബിനുവിന്റെ റിപ്ലൈ അതൊരു നെഗറ്റീവ് ആണെങ്കിൽ താങ്ങാനുള്ള ശേഷിയില്ല എനിക്ക്. അതുകൊണ്ടാ ഇങ്ങനെ ഒരു വേഷം കെട്ടിയത്. ഈ വളിച്ച കോമാളിത്തമൊക്കെ ബിനുവിന് ഇഷ്ടമല്ലെന്ന് എനിക്ക് നന്നായി അറിയാം. പക്ഷെ എന്ത് ചെയ്യാ? എത്ര നാളെന്ന് വെച്ചാ ഇങ്ങനെ നെഞ്ചുങ്ങി. ഒരു മറുപടി എത്രയും വേഗം പ്രതീക്ഷിക്കട്ടെ. ശോഭൻ കാസറ്റ് കണ്ടു. പെർഫോമൻസ് ഗംഭീരമായി. ശോഭൻ എന്നെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന കാര്യം വളരെ മുമ്പേ തന്നെ എനിക്കറിയാമായിരുന്നു. അത് ശോഭൻ എന്ന് തുറന്നു പറയാൻ വേണ്ടിയല്ലേ ഞാൻ ഇത്രയും കാലം കാത്തിരുന്നത്. എനിക്കും ഇഷ്ടമാണ്, ഒരുപാട് ഇഷ്ടമാണ്. പിന്നെ ഒരു കാര്യം, ഈ വിവരം തൽക്കാലം ആരും അറിയരുത്. കാരണം മറ്റൊന്നല്ല, എന്റെ വീട്ടിലെ സ്ഥിതി അറിയാമല്ലോ. മുൻകോപിയായ അച്ഛൻ, എന്തിനും പോന്ന 4 സഹോദരങ്ങൾ. കൂടുതലൊന്നും ഞാൻ പറയണ്ടല്ലോ. ദിവസവും കാണണം, സംസാരിക്കണം. ശോഭ, എന്ത് പറ്റി നിനക്ക്? റിഹേഴ്സൽ നടക്കുന്നത് കണ്ടില്ലേ? കോളേജിന്റെ സിൽവർ ജൂബിലി സെലിബ്രേഷൻ 2 ദിവസം കൂടെ ഉള്ളൂ. ഗാനമേളക്കുള്ള ഒറ്റ പാട്ട് പോലും സെറ്റ് ആയിട്ടില്ല. അതിനിടയിൽ അവന്റെ അമ്മൂമ്മയുടെ ഡാൻസ്. ഞാൻ ആദ്യമായിട്ടാ ഒരു പെൺകുട്ടിയോട് ഇത്ര അടുത്ത് പെരുമാറുന്നത്, സംസാരിക്കുന്നതൊക്കെ. ലവ് ഫസ്റ്റ് സൈറ്റ് എന്നൊക്കെ പറയാറില്ലേ? പ്രഥമ ദർശന അനുരാഗം. അതെ, സത്യം പറഞ്ഞ അതായിരിക്കും കുട്ടിയോട് തോന്നിയത്. എന്തെങ്കിലും ഒന്ന് പറയണോ?
ഞാൻ എത്ര നേരം ഇങ്ങനെ നാവിൽ തലയ്ക്കാൻ തുടങ്ങിയിട്ട് ജസ്റ്റിന്റെ പേരെങ്കിലും ചോദിച്ചൂടെ? അതിന് ശോഭന ഇത്രയായിട്ടൊന്നും സംസാരിച്ചില്ലല്ലോ. ഞാനോ? മമ്മൂട്ടി മോഹൻലാലും ഒക്കെ അല്ലേ ഡയലോഗ് വിട്ടത്? എന്ന് എനിക്കിതൊന്നും ഇഷ്ടമല്ല കേട്ടോ. ശോഭന്റെ രീതി സംസാരിച്ചാ മതി. ശോഭന്റെ രീതി സംസാരിച്ചാൽ മതിയല്ലേ? നല്ല ഹ്യൂമർ സെൻസ്. എന്റെ അമ്മ എന്ത് പറ്റി ശോഭൻ? അവിടെ അല്ല ഇവിടെ ഒരു എക്കിൾ. ഓ ഇക്കിളാണെങ്കിൽ എത്ര വെള്ളം കുടിച്ചാൽ മതി. ശരിയാ, വെള്ളം കുറെ കുടിക്കുന്ന ലക്ഷണം ഉണ്ടല്ലോ കണ്ടിട്ട്. അസൂയ കുട്ടി ക്ലാസ്സിൽ പോകുള്ളൂ. ഞാൻ ഉടനെ അങ്ങോട്ട് വന്നേക്കാം. എനിക്ക് ധൃതിയില്ല. എനിക്ക് ധൃതിയുണ്ട്. വരട്ടെ. ശോഭൻ നല്ല ആളാട്ടോ. അത് സുമിത മാത്രമല്ല, എല്ലാരും പറയാറുണ്ട് ഞാൻ നല്ല ആളാണെന്ന്. ഞാൻ അതല്ല പറഞ്ഞത്. എന്നെ 15 മിനിറ്റോളം പുളിഞ്ചോട്ട് നിർത്തിയില്ലേ? ഓ അത് പുളിഞ്ചോടല്ലല്ലോ ഞാൻ പറഞ്ഞത്, വാഗമരച്ചോടെന്നല്ലേ? വാഗമരച്ചോടോ? ഓ വാഗമരച്ചോട് പറഞ്ഞ നമ്മുടെ ശാന്തമ്മയോടാ. ശാന്തമ്മയോടോ? വാഗമരച്ചോട്ടിൽ ശാന്തമായിട്ടിരിക്കാമെന്നല്ലേ ഞാൻ പറഞ്ഞത്. കൊച്ചു കള്ളി തമാശ. എന്റെ അമ്മ. എന്ത് പറ്റി ശോഭൻ? അല്ല ഞാൻ പെട്ടെന്ന് മരിച്ചു. എന്റെ അമ്മയെ കുറിച്ച് ആലോചിച്ചു പോയി. അമ്മ മരിച്ചുപോയോ? എന്നിട്ട് ഞാൻ അറിഞ്ഞില്ലല്ലോ. അമ്മയല്ല അമ്മൂമ്മയെ ഞാൻ അമ്മ എന്നാ വിളിക്കാറുള്ളത്. ആ ഓർമ്മകൾ എന്നെ വല്ലാതെ വേട്ടയാടുന്നു. വരട്ടെ. എവിടെയാണ് ക്ലാസ്? എക്സ്ക്യൂസ് മീ, ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. ഈ പിശാചോടെ ഉണ്ടായിരുന്നു. എന്താ ശോഭൻ? എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞു. അത് പിന്നെ ഞാൻ എന്തോ പറയാൻ വേണ്ടി ഓർമ്മിച്ചാ വന്ന് പെട്ടെന്ന് മറന്നുപോയി. ഓർത്തിട്ട് പിന്നെ വരാം.